ഏകദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ജൂൺ 2026. 4 ജൂൺ 2026 ഈ മാസത്തിലെ 4-ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം 11-ാമത്തെ ദിവസം. ഈ വർഷത്തിലെ ദിവസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ ഇന്ന് വരെ 155-ാം ദിവസം. ഇന്ന് 526-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം വെളിച്ചപ്പാടാത്മാവ് ശമൂവേൽ പ്രവാചകന്റെ ആത്മാവുമായി സംസാരിച്ചു. വെളിച്ചപ്പാടാത്മാവ് ശമൂവേൽ പ്രവാചകന്റെ ആത്മാവുമായി സംസാരിച്ചോ എന്നതാണ്. ശൗൽ വെളിച്ചപ്പാടത്തിയെ അന്വേഷിക്കുന്നതും ആത്മാവ് ശമൂവേൽ പ്രവാചകന്റെ ആത്മാവുമായി സംസാരിച്ച ഭാഗവും 1 ശമൂവേൽ 28-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. കടന്നുപോയ ശമൂവേൽ ദീർഘദർശിയുടെ ആത്മാവുമായി സംസാരിച്ചാൽ ശൗലിന്റെ ഭാവിയെപ്പറ്റി ചില പ്രവചനങ്ങൾ ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അന്നുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരു പൊതു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്. ഈ സംഭവത്തിൽ കൂടി കുറെ യാഥാർത്ഥ്യങ്ങളും നിഗമനങ്ങളും ഉരുത്തിരിയുന്നുണ്ട്. 1 ശമൂവേൽ 28-ന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് വായിച്ചു തുടങ്ങുന്ന ഈ വേദഭാഗം അവസാനിക്കുന്നത് അവനൊട്ടും ബലമില്ലാതെയായി അന്ന് രാവും പകലും ഒന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വെളിച്ചപ്പാടത്തി ശമൂവേലിനെ കണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചതായും ശൗൽ വെളിച്ചപ്പാടത്തി മുഖാന്തരം ശമൂവേലുമായി സംഭാഷണം നടത്തിയതായും എഴുതിയിരിക്കുന്നു. വെളിച്ചപ്പാടത്തിയിൽ കൂടിയുള്ള സംഭാഷണമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ശൗൽ എന്തെങ്കിലും നേരിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. വൃദ്ധനായ ഒരു മനുഷ്യന്റെ പ്രത്യക്ഷതയും ആ വൃദ്ധൻ അവളോട് സംസാരിച്ചതും ശൗൽ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. സംഭാഷണത്തിൽ ഒരു ഭാഗത്ത് ദൈവം വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരണമേ എന്ന് ഞാൻ നിലവിളിച്ചു എന്ന് ശൗൽ പറയുന്നു. ഉത്തരമായി വെളിച്ചപ്പാടാത്മാവ് പറയുന്നത്, യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടി ആകുമെന്ന് പ്രവചിച്ച പ്രകാരം സംഭവിക്കുകയും ചെയ്തു. ആവർത്തന പുസ്തകം 13-ന്റെ 1 മുതൽ 3 വരെ ഭാഗത്ത് ഭൂതങ്ങൾക്കും കള്ളപ്രവാചകന്മാർക്കും സത്യമായിട്ടും ചില കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. ഇപ്രകാരം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചന പ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ വിശ്വാസം ഊന്നി അന്യദൈവങ്ങളെ സേവിക്കുവാൻ പിശാച് പ്രേരണ നൽകും. യഹോവയെ കേട്ടനുസരിക്കുന്നതിൽ നിന്നും തെറ്റിക്കുവാൻ നാം കാണാതെ അലറി അടുക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ ജാഗ്രതയോടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേദഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്താൽ സംഭാഷണം നടത്തിയത് ശമൂവേൽ പ്രവാചകന്റെ ആത്മാവാണോ അല്ലയോ എന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വെളിച്ചപ്പാടത്തി ശമൂവേൽ പ്രവാചകനെ മുൻപ് കണ്ടിട്ടുള്ള ഒരു ലക്ഷണവും ഇവിടെ പറഞ്ഞിട്ടില്ല. അവൾ കണ്ട കാഴ്ച വിവരിക്കുന്നത് ഒരു ദേവൻ ഭൂമിയിൽ നിന്നും കയറി വരുന്നു എന്നതാണ്. ഇവിടെ ശമൂവേൽ പ്രവാചകനാണ് കയറി വരുന്നതെന്ന് വ്യക്തമായി പറയുന്നില്ല. പിശാച് ശമൂവേൽ പ്രവാചകനെ അനുകരിച്ചു കാണിക്കുവാൻ കിട്ടിയ അവസരം തക്കത്തിന് പ്രയോഗിച്ചതല്ലേ എന്ന് സംശയത്തിനും ഇവിടെ കാരണമാകുന്നില്ലേ? ശൗലിന്റെ പാപനിമിത്തം ദൈവം അവനെ വിട്ടുമാറിയതിനാൽ ദർശനം മൂലമോ പ്രവാചകൻ മൂലമോ ഉത്തരം അറിയില്ല. അത് ശൗൽ തന്നെ സമ്മതിക്കുന്നും ഉണ്ട്. പാപം മൂലം മനുഷ്യജാതി മുഴുവനും അന്ന് സാത്താന് അടിമപ്പെട്ടിരുന്നു. അതിഭക്തന്മാരുടെ ആത്മാക്കൾ പോലും പിശാചിന്റെ അടിമത്തത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. ദൈവത്തെ ദർശിച്ചവനായ മോശ പോലും കടന്നുപോയപ്പോൾ ആത്മാവിനെ കൊണ്ടുപോകുവാൻ ഗബ്രിയേൽ ദൂതൻ ശ്രമിച്ചിട്ടും സാത്താൻ തടസ്സം നിന്നു. ആ ദൂതൻ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞ
ഭാഗം വചനത്തിൽ നാം വായിക്കുന്നു. യൂദ 1:9. ക്രൂശിൽ വെച്ച് സാത്താനെ കീഴടക്കുന്നവരെ മരണത്തിന്മേൽ സാത്താൻ അധികാരം ഉണ്ടായിരുന്നു. ക്രൂശിൽ വെച്ച് സാത്താനെ കീഴടക്കുന്നത് വരെ മരണത്തിന്മേൽ സാത്താന് അധികാരം ഉണ്ടായിരുന്നു. ദാവീദിന്റെ പ്രവചനം ഈ ഭാഗത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നു. സങ്കീർത്തനം 68:18. ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ തങ്ങളുടെ ഹിതത്തിന് എതിരായി തടഞ്ഞു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്ന നീതിമാന്മാരുടെയും ആത്മാക്കളെ വിടുവിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രവചനം നിവൃത്തിയായി എന്ന് വിശ്വസിക്കാം. ഇത് തന്നെയാണ് അപ്പോസ്തലൻ പറഞ്ഞത്. മരണത്തിന്റെ അധികാരമായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കം ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് എബ്രായർ 2:14-15 പറയുന്നുണ്ട്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. എഫേസ്യർ 4:8 എന്നും എഴുതിയിരിക്കുന്നു. വെളിച്ചപ്പാടത്തിയുടെ പ്രയോഗം പൈശാചികം ആയിരുന്നെങ്കിൽ തന്നെയും പിശാചിന്റെ അടിമത്വത്തിൽ ഇരുന്ന കാലത്ത് അങ്ങനെ സംഭവിപ്പാൻ ഇടയായി എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നാളെ നീയും നിന്റെ പുത്രന്മാരും ഇസ്രായേൽ സൈന്യവും എന്നോട് കൂടെയാകും എന്ന് പ്രവചിക്കുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തതിനാൽ പരേതാത്മാവ് ശരീരത്തോടു കൂടിയിരുന്ന കാലത്തെ പോലെ ഭാവിയെപ്പറ്റി പ്രവചിക്കുവാൻ ആത്മശക്തി ഉണ്ടെന്നും തെളിയിക്കുന്നു. എന്നാൽ വിശുദ്ധനും പ്രവാചകനുമായിരുന്ന ശമൂവേലിന്റെ ആത്മാവിനോടുകൂടെ ദുരാത്മാക്കൾ എങ്ങനെ ഒന്നിച്ചു വസിക്കും എന്നും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ബൈബിളിലുടനീളം നാം വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യമുണ്ട്. ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതവും, ജീവിതത്തിൽ നിന്ന് മരണവും, മരണത്തിന് ശേഷം പുനരുദ്ധാനവും, പുനരുദ്ധാനത്തിന് ശേഷം ന്യായവിധിയും, പിന്നെ ഒരു നിത്യജീവനും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് അനേക ഉദാഹരണങ്ങൾ നാം വേദപുസ്തകത്തിൽ കാണുന്നുമുണ്ട്. അതൊക്കെയും നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ദൈവമായ കർത്താവിന്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ജീവിതം വളരെ ആത്മീയമായി ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് തത്വത്തിന്റെ അടുത്ത് നാം എത്തിക്കഴിയുമ്പോൾ, ആ സ്വർഗത്തിൽ നാം എത്തിക്കഴിയുമ്പോൾ, നാം ആ നിത്യതയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മൂന്നാമത്തെ കിരീടം ലഭിക്കും എന്നതിന് രണ്ടഭിപ്രായം ആർക്കും വെക്കേണ്ടതില്ല. കാരണം നാം വിശ്വാസത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതായ ആ കർത്തവ്യങ്ങളെ പൂർത്തീകരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.